ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹൈസ്റ്റ്. നസ്രയനായ യേശുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യിരെമ്യാവ് 13-ാമത്തെ അധ്യായം. യഹോവ യിരെമ്യാവിനോട് പറയുന്നു, നീ പോയി ഒരു ലിനൻ സാഷ് അല്ലെങ്കിൽ ഒരു കച്ച മേടിച്ച് അരയ്ക്ക് കെട്ടിക്കൊള്ളുക. കുറേ നാൾ കഴിയുമ്പോൾ യഹോവ പറയുന്നു, നീ പോയി ഇത് യൂഫ്രട്ടീസ് അല്ലെങ്കിൽ എഫ്രാത്തിനരികെ ഒരു ഗുഹയിൽ കൊണ്ടുപോയി ഒളിച്ചു വെക്കുക. കുറേ നാൾ കഴിയുമ്പോൾ യഹോവ യിരെമ്യാവിനോട് പറയുന്നു, നീ അത് എടുത്തുകൊണ്ട് വരിക. ഇത് എടുത്തുകൊണ്ട് വരുന്ന യിരെമ്യാവ് കാണുന്നത് ഇത് ജീർണിച്ച ഉപയോഗശൂന്യമായ അവസ്ഥയിലായിരിക്കുന്നു എന്നതാണ്. യഹോവ യിരെമ്യാവിനോട് അരുളി ചെയ്യുന്നു, എൻ്റെ ജനത്തിൻ്റെ അഹങ്കാരം ഞാൻ ഇതുപോലെ ഇല്ലാതെയാക്കും. എൻ്റെ വാക്ക് കേട്ടനുസരിക്കാതെ ശാഠ്യക്കാരായി മറ്റുള്ള ദൈവത്തെ ആചരിക്കുന്ന എൻ്റെ ജനത്തിൻ്റെ അവസ്ഥയും ഇതുപോലെ ഉപയോഗശൂന്യമാവും. പിന്നീട് യഹോവ യിരെമ്യാവിനോട് പറയുകയാണ്, എൻ്റെ ജനം ഈ കച്ച അരക്കി കെട്ടിയിരിക്കുന്ന കച്ച പോലെ എന്നോട് ചേർന്നിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചേർന്നിരിക്കുന്ന ജനമാണെങ്കിൽ യഹൂദ ജനത്തെയും ഇസ്രായേൽ ജനത്തെയും ഞാൻ എൻ്റെ ജനവും എനിക്ക് കീർത്തിയും പ്രശംസയ്ക്കും അലങ്കാരത്തിനുമായിട്ട് ഞാൻ അവരെ ഉപയോഗിക്കും എന്നുള്ളത് യഹോവ സ്പഷ്ടമാക്കിയിരിക്കുകയാണ്. അവനോടുകൂടി ചേർന്നിരിക്കുക എന്നുള്ളത് എത്ര വിലപ്പെട്ട കാര്യമാണെന്നുള്ളത്. ദൈവത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് അകന്നു പോയാൽ ഇതുപോലെ ഉപയോഗശൂന്യമായ ജീർണിച്ച അവസ്ഥകളിലേക്കാണ് നമ്മൾ തന്നെ നയിക്കുന്നത് എന്നുള്ള കാര്യമാണ് യഹോവ ഇവിടെ യിരെമ്യാവിനെ കൊണ്ട് തൻ്റെ ജനത്തോട് ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തോട് ചേർന്നിരുന്ന് അവൻ്റെ വചനങ്ങൾ കേട്ടനുസരിച്ച് അവനെ അറിഞ്ഞ് അവനുമായിട്ടുള്ള കമ്പാനിയൻഷിപ്പിലായിരിക്കട്ടെ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതം ഉപയോഗിക്കുന്നത്. കം fall in love with Jesus and fall in love with the word of God.